ഹലോ, വെൽക്കം ബാക്ക് ടു എൽസ്റ്റോർസ്. ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ചെറുപുഷ്പം ട്രസ്റ്റ് ഹോസ്പിറ്റൽ, പാലം. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ, ജീവിതത്തിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നത് വലിയ ഭാഗ്യമാണെന്ന്. ഒരുപക്ഷെ നമ്മൾ കൂടെ ചെറുപ്പം തൊട്ട് ഒന്നിച്ചു പഠിച്ചതിലോ അതല്ലെങ്കിൽ കൂടെ ജോലി ചെയ്തവരിലോ വീടിനടുത്തുള്ളവരിലോ അങ്ങനെ ആരെങ്കിലും നിന്നൊക്കെ ആയിരിക്കും നമ്മളുടെ ഈ ആത്മാർത്ഥ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തുന്നത്. പലപ്പോഴും ചില സൗഹൃദങ്ങൾ ആത്മാർത്ഥ സൗഹൃദമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പറഞ്ഞു പഴകിയ ഒരു പഴഞ്ചൊല്ല് ഓർത്തു പോകുന്നു, മിന്നുന്നതെല്ലാം പൊന്നല്ല. നമ്മളുടെ ആത്മസുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സൗഹൃദം ആത്മാർത്ഥ സൗഹൃദമാണോ എന്ന് തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും നമ്മളുടെ അടുത്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മുടെ അടുത്ത് വന്നു പറയുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത്തരം സൗഹൃദങ്ങൾ അല്പം അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. കാരണം നമ്മളെക്കുറിച്ചും ഇതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് നിറം പിടിപ്പിച്ച കഥകൾ അവർ പോയി പറയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാവും എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള രഹസ്യങ്ങൾ പോലും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കാത്തു സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ പോലും ഇവരോട് ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം അസൂയ. മറ്റുള്ളവരുടെ വിജയത്തിലും മറ്റുള്ളവരുടെ ഉയർച്ചയിലും അസൂയ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അത്രയും അസൂയ ഉള്ളതുപോലെ നമ്മളോട് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വളർച്ചയിലും അസൂയുള്ളവരാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അസൂയ ഒരു പരിധിക്കപ്പുറം, ചെറിയ അസൂയൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലേ, ഒരു പരിധിക്കപ്പുറം അസൂയ ഉണ്ടെന്ന് തോന്നുന്ന ആളുകളെ നമ്മുടെ ആത്മസുഹൃത്തുക്കളാക്കി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ വിജയത്തിലും നമ്മൾക്ക് അർഹമായ ഒരു അപ്രിസിയേഷൻ തരാതെ അല്ലെങ്കിൽ നമ്മളുടെ വിജയത്തിലും സന്തോഷം അനുഭവിക്കാത്തവർ. അതല്ലെങ്കിൽ നമ്മൾ വിജയിച്ചു നിൽക്കുമ്പോഴും ഉപദേശ രൂപേണ നമ്മളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിജയത്തെ താഴ്ത്തിക്കെട്ടുന്നു. അത്തരം ആളുകളെയും അല്പം അകറ്റി നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. മറ്റൊന്ന്, പരാജയത്തിൽ സന്തോഷിക്കുന്നവർ. നമ്മൾക്കൊരു പരാജയം സംഭവിക്കുമ്പോൾ അവർ വളരെ തമാശ രൂപേണയായിരിക്കും, പക്ഷേ അതിൻ്റെ പേരിൽ നമ്മളെ കളിയാക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം ആളുകളെ നമ്മളുടെ സൗഹൃദ വലയത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. അഞ്ചാമത്തെ കാര്യം, നമ്മളെ നിരന്തരം കളിയാക്കുന്നവർ. ചില ആളുകളുണ്ട്, എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും. അവർക്കതൊരു തമാശയായിരിക്കാം, പക്ഷേ ഇത് കേൾക്കുന്നയാൾക്ക് അത് എപ്പോഴെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ, അത് ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നില്ല. അത്തരം ആളുകളെ, നമ്മളുടെ മാനസികാവസ്ഥ നമ്മളുടെ സാഹചര്യം മനസ്സിലാക്കാത്ത ഒരാളെ നമ്മളുടെ ആത്മാർത്ഥ സുഹൃത്താക്കി കണക്കാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത്തരം ആളുകളെ ഒരു പരിധിവരെ അകറ്റി നിർത്തുന്നതായിരിക്കും നമ്മളുടെ മനസ്സിന് എപ്പോഴും സുഖം തരിക. ആറാമത്തെ കാര്യം, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവമുള്ള ആളുകൾ. ഞാൻ പറയുന്നതാണ് ശരി, എനിക്കെല്ലാം അറിയാം, നിനക്കൊന്നും അറിയില്ല, നീ പറയുന്നത് ശരിയല്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന മനോഭാവമുള്ള ആളുകൾ. നമ്മുടെ ആശയങ്ങൾക്കും നമ്മുടെ അഭിപ്രായങ്ങൾക്കും വേണ്ടത്ര വില കൽപ്പിക്കാൻ അവർ തയ്യാറാകാൻ സാധ്യതയില്ല. അത്തരം ആളുകളെയും ഒരു പരിധിവരെ അകറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരെ നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് കരുതാതിരിക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. എട്ടാമതായി, സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഉള്ള ആളുകൾ. ഞാനൊരു സംഭവമാണ്, ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി, ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിടയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ നമുക്കിടയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്നതും അത് നടപ്പാക്കുന്നതും ഒക്കെ ഞാനാണ് എന്ന വിധത്തിൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള സുഹൃത്തിന് വേണ്ടത്ര അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര പ്രാധാന്യം തരാത്ത മനോഭാവമുള്ള ഒരാളെയും അദ്ദേഹം എത്ര അടുപ്പം കാണിച്ചാലും
അങ്ങനെയുള്ളവരെയും ആത്മാർത്ഥ സുഹൃത്തുക്കളാക്കി കണക്കാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ നിന്ന് മനസ്സിന് അസ്വസ്ഥതയില്ലാതെ കടന്നു പോകാൻ സാധിക്കും. നല്ല സൗഹൃദ ബന്ധങ്ങളും നല്ല കൂട്ടായ്മകളും ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.